പാലാ പോണാടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ചൂട്ടുപടയണി ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ നടന്നു. വ്രതശുദ്ധിയോടെയാണ് ഭക്തർ ചൂട്ടുപടയണിയിൽ പങ്കുചേർന്നത്. പുരുഷന്മാരാണ് ചൂട്ടുകറ്റുകളുമായി പടയണിയിൽ പങ്കെടുക്കുന്നത്. മേൽശാന്തി ശ്രീകോവിൽ നിന്നും കൊളുത്തി നൽകുന്ന ദീപനാളത്തിൽ നിന്നുമാണ് ചൂട്ടുകറ്റുകളിലേക്ക് അഗ്നി പകർന്നത്. തുടർന്ന് നായാട്ടുവിളിയോടെ ക്ഷേത്രത്തിന് 3 തവണ പ്രദക്ഷിണം വെച്ച ശേഷം പടയണി ക്ഷേത്രമതിക്ക് പുറത്തെത്തി. കത്തിച്ച ചൂട്ടുകറ്റയുടെ ചൂട് പടയണിയെടുക്കുന്ന ഭക്തരിലേക്ക് ആവേശം പകരുമ്പോൾ കത്തിച്ച ചൂട്ടുകറ്റകൾ താളത്തിൽ പരസ്പരം അടിക്കുന്നത് പടയണിയിലെ ശ്രദ്ധേയമായ കാഴ്ചയാണ്. പടയണിക്ക് ഒരാഴ്ച മുമ്പ് തന്നെ മെടഞ്ഞ് പാകപ്പെടുത്തിയ ചൂട്ടുകറ്റകളാണ് പടയണിക്കായി ഉപയോഗിച്ചത്. കത്തിച്ച് ബാക്കി വന്ന ചൂട്ടുകറ്റകൾ ചേർത്ത് ആഴി തീർക്കുകയും ആഴിക്ക് ചുറ്റും ദേവീസ്തുതിയുടെ കൈകൾ താളത്തിൽ കൊട്ടി വലം വയ്ക്കുകയും ആഴിയിൽ നിന്നും ഭസ്മം പടയണിയെടുത്തവർ നെറ്റിയിൽ ചാർത്തുകയും ചെയ്തതോടെയാണ് പടയണി സമാപിക്കുന്നത്. അതുകൊണ്ടിട്ടും ദാഹം തീരാൻ നമ്പുജകാളി ധീരതയോടും നലറും നേരം അശ്വമറുത്തേ ഗുരുതി കൊടുത്തേ അതുകൊണ്ടിട്ടും ദാഹം തീരാൻ നമ്പുജകാളി ധീരതയോ. കാഴ്ചക്കാരായ ഭക്തരെല്ലാവരും ഭസ്മം നെറ്റിയിൽ ചാർത്തും. നാടിനെ പകർച്ചവ്യാധികളിൽ നിന്നും മഹാദുരന്തത്തിൽ നിന്നും രക്ഷിക്കുന്നതിനായി കാലാകാലങ്ങളായി അനുഷ്ഠിച്ചു വരുന്ന ആചാരമാണ് ചൂട്ടുപടയണി. പോണാട്ടുകാവിൽ പരമ്പരാഗത രീതിയിൽ എല്ലാ വർഷവും നടക്കുന്ന ചൂട്ടുപടയണിക്കായി നിരവധി ഭക്തരാണ് എത്തിയത്.